ഹലോ ഗെയ്സ്, അപ്പം നമ്മുടെ ഈദ് ഡേ വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പെരുന്നാളിനന്ന് രാവിലെ ഞങ്ങളിത് എങ്ങടാ പോകുന്നതല്ലേ വഴിയെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എവിടെയാണെന്ന്. അപ്പോൾ രാവിലെ എഴുന്നേൽപ്പാട് തന്നെ ഞാൻ ചായ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവർക്ക് പള്ളിയിൽ പോകണമല്ലോ. അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ചായ റെഡിയാക്കി. പിന്നെ ഈ പെരുന്നാളിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ദിവസം ആദ്യമായിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോണ ദിവസമാണ് കേട്ടോ. പല ദിവസം മുമ്പ് അവനെ കൊണ്ടുപോയിട്ടുണ്ട് പള്ളിയിലൊക്കെ ആയിട്ട്, പക്ഷേ ആദ്യമായിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവൻ പോണത് കേട്ടോ. അപ്പോൾ എന്താ ഭയങ്കര സന്തോഷത്തിലാണ് അതിൻ്റെ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ പറഞ്ഞ് അവനെ കിടത്തിയിട്ടുണ്ടായിരുന്നു പോകണം എന്നൊക്കെ, എഴുന്നേക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാത്രി നല്ല ലേറ്റായിട്ടാണ് കേട്ടോ ഉറങ്ങിയത്. ഒരു 12:30 ശേഷം. അതാണ് രാവിലെ അവനെ എഴുന്നേക്കുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു. പിന്നെ രാവിലെ ഒരു 6:17 ഇവിടേക്ക് നിസ്കാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു ഹറിബറി ആയിട്ടാണ് കേട്ടോ അവനെ എഴുന്നേറ്റതും റെഡിയായതും ഒക്കെ. പിന്നെ അമ്മീനും ഞാനും കൂടി എല്ലാം റെഡിയാക്കിയിട്ട് അവനതാ കൊണ്ടുപോവാണ്. ആദ്യം പോയിട്ടുണ്ട് ലിഫ്റ്റിനൊക്കെയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവർ പോയ സമയത്ത് ഞാൻ പായസം വെക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. വരുമ്പോഴത്തേക്ക് പായസം കൊടുക്കാമല്ലോ. പെരുന്നാളിന് രാവിലെ ഒരു മധുരം കഴിക്കൽ പതിവാണ്. അപ്പോൾ ഞാൻ എന്നും പായസമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇക്കാകം പെരുന്നാളിന് രാവിലെ പായസം നിർബന്ധമാണ് കേട്ടോ. ഞാൻ പല പല പായസങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെറുതായിട്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് കാരമലൈസ് ചെയ്തിട്ട് വെർമിസിൽ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ പായസം അവിടെ റെഡിയാവുന്നതിനിടയിൽ തന്നെ അവർ വന്നിട്ടുണ്ട് കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ പള്ളി. നമ്മുടെ ഫ്ലാറ്റിന് താഴെയാണ് പള്ളി. അപ്പോൾ വേഗം തന്നെ അവർ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പായസമൊക്കെ ഇവിടെ ഏകദേശം നല്ല തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ ചൗവരി അതൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് വെർമിസിൽ മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. നല്ല തിക്കായിട്ടൊക്കെ വന്ന് ചെറിയ വെർമിസിലായിട്ടുണ്ട്, കുറച്ച് വലിയ വെർമിസിലാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ. അപ്പോൾ അതാ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ദേ ആയുധോസിന് പെരുന്നാൾ പങ്ക് കൊടുക്കാനോ കേട്ടോ അമ്മീനും ഇക്കായൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ഞങ്ങൾ രണ്ടുപേർക്കും പെരുന്നാൾ പങ്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകാനുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി വീഡിയോസ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ബീഫ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്. ബീഫ് ബിരിയാണിയും പിന്നെ നമ്മുടെ റൈത്തയും പപ്പടവും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഒന്ന് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ ബിരിയാണി ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞ് കുറച്ച് തണുത്തതിന് ശേഷം ഞാൻ എന്താ ഫോൾഡ് ചെയ്ത് വെക്കാറുണ്ട്, കാരണം കഴിക്കാൻ സമയമില്ല, പോകുന്ന വഴി കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ഏകദേശം 11 മണിയായപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് റെഡിയായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും സമയമില്ല, കുറച്ചധികം ദൂരം തന്നെ നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് അബുദാബിയിലുള്ള ഡെൽമ ഐലൻഡിലേക്കാണ് കേട്ടോ. അൽദന പോർട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത്, ഫെറിയിലാണ് പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 20 ദിറംസാണ് കേട്ടോ ഫെറി ചാർജ് ചെയ്യുന്നത്. 2 മണിക്കൂർ ഏകദേശം ഫെറിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഡെൽമ ഐലൻഡിലേക്ക് എത്തുന്നത്. പിന്നെ നമുക്ക് കാറ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറിന് എക്സ്ട്രാ 100 ദിറംസ് പേ ചെയ്യണം. അപ്പോൾ നമ്മൾ കാറ് കൊണ്ടുപോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിനും കൂടി പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം 3 ട്രിപ്പാണുള്ളത്. രാവിലെ 10 മണിക്കുണ്ട്, ഉച്ചയ്ക്ക് 1 മണിക്കുണ്ട്, വൈകിട്ട് 4 മണിക്കുണ്ട്. അപ്പോൾ വൈകിട്ട് 4 മണിക്കത്തെ ട്രിപ്പാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ ക്യാമ്പൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ ക്യാമ്പിംഗ് പ്ലാൻ ചെയ്താണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു പകുതി ദൂരം പിന്നിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുണ്ട്. പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് കണ്ടെത്തിയിട്ട് അവിടെ നമ്മൾ പായൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ഈ പെട്രോൾ പമ്പിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ നല്ലൊരു ഷെയ്ഡും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ നമ്മൾ പാ വിരിച്ചിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി 2-3 പൊതിയായിട്ട് കൊണ്ടുപോയതുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഒരു കുഞ്ഞു പൊതിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൊണ്ട് ഐതും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങും കേട്ടോ അവിടെ നിന്ന് ചെയ്തത്, കാരണം അധികം സമയം നമുക്ക് ഇല്ലായിരുന്നു. പിന്നെ നമ്മളൊരു 1:40 തന്നെ നമ്മൾ ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. അത്രയും സ്പീഡിൽ വന്നിട്ടുണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റിയത്. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് 2 സൈഡിലും ഇങ്ങനെ ഉപ്പുപാടങ്ങളാണെന്ന് തോന്നുന്നു കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഉപ്പുപാടമാണെന്ന്, അതല്ല ഇത് വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങോട്ട്. അപ്പം നമ്മൾ ആ പോർട്ടിൽ നമ്മൾ ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കാനോ അങ്ങനെയൊന്നും ഇല്ല. ചെന്ന് വെരിഫൈ ചെയ്തിട്ട് കയറാം. പിന്നെ അവരൊരു 15 മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ എത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കറക്റ്റ് 4 മണിക്കാണ് കേട്ടോ അവിടെ എത്തിയത്. നമ്മൾ 4 മണിക്ക് എത്തി, 4:04 ഫെറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ചെറുതായിട്ട് ഞാനും മൈദവും ഒക്കെ ഉറങ്ങിയിട്ടുണ്ട്. നിക്കായും അമീനും ഉറങ്ങിയിട്ടില്ല, ഞാനും മൈദവും കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട്. കാരണം വഴിയിൽ പ്രത്യേകിച്ച് കാണാൻ കാഴ്ചകളൊന്നുമില്ല, രണ്ട് സൈഡും ഇങ്ങനെ മരുഭൂമി മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഏകദേശം പോർട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. പോർട്ടിലേക്ക് എത്താറാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കാരണം കടലിലെത്തും കേട്ടോ. കടലിൽ നമുക്ക് കാണാൻ പറ്റും, നല്ല അടിപൊളി വാട്ടറാണ് കേട്ടോ. നല്ല ഉള്ളിലേക്ക് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഈ കടലിലൊക്കെ കുറേ ആളുകൾ അകത്തേക്കൊക്കെ സ്വിം ചെയ്യുന്നതിന് കാണാം. പിന്നെ ഈ ഭാഗത്ത് തന്നെ ആളുകൾ ക്യാമ്പ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഫയറൊക്കെ ഇടുന്നതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതാ ഏകദേശം പോർട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അയ്യോ നമ്മൾ സമയം താമസിച്ചോ, ഇനി എന്താ ചെയ്യും, അവിടെ ഇനി തിരക്കാണോ, അവിടെ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ടെൻഷനിലാണ് പോകുന്നത്. പക്ഷേ അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് പരിപാടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് അവർ നമ്മൾ കാറിൽ വന്നിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കാറ് ഓടിച്ച് ഫെറിയിലേക്ക് തന്നെ നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റി. വേറെ പ്രത്യേകിച്ച് അവിടെ വേറെ ഫോർമാലിറ്റീസോ പ്രൊസീജിയേഴ്സോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഫെറിയിലേക്ക് എൻ്റർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മളാണെന്ന് തോന്നുന്നു ലാസ്റ്റ് വന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആളുകളും വന്നിട്ടുണ്ട്, നിറയെ കാറുകളൊക്കെ ഉണ്ട്. എനിക്കത് 36 കാറുകളാണെന്ന് തോന്നുന്നു മാക്സിമം ഒരു ട്രിപ്പിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മളിതാ മേളിലേക്ക് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഇരുന്ന് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഫെറി സ്റ്റാർട്ട് ചെയ്ത്, കറക്റ്റ് 4:04 തന്നെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ അതായത് ഈ താഴെ കാണുന്ന ഭാഗത്താണ് കാറുകളൊക്കെ അറേഞ്ച് ചെയ്തിടുന്നത്. അപ്പോൾ നമ്മുടെ കാറും ആ ഭാഗത്ത് തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ദിവസം ഒരു ഫ്രണ്ടുമായിട്ട് നല്ല കളി തുടങ്ങി കേട്ടോ. അപ്പോൾ കയറിയപ്പോൾ തന്നെ ഒരു ഫ്രണ്ടിന് ഇതിന് കിട്ടിയിട്ടുണ്ട്, നല്ല സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാളും നല്ല ഓട്ടവും ബഹളമൊക്കെ ആയത് കാരണം രണ്ടുപേരെയും പിടിച്ച് രണ്ട് സൈഡിലാക്കി എത്തി. അപ്പോൾ ഇതിന് പിന്നെ വാശിയായിട്ട് കുറച്ച് നേരം കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോൾ നമുക്ക് താഴെ പോയി കാണാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ, നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് സൂപ്പറാണ് മുകൾ ഭാഗത്ത് നമുക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളിത് അകത്തേക്ക് കയറി നോക്കുകയാണ് കേട്ടോ, അകത്ത് എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ അകത്ത് ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ പ്രെയർ ഏരിയ ഉണ്ട്, ഒരു കഫ്റ്റീരിയ ഷോപ്പുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം ജ്യൂസും സ്നാക്സും പിന്നെ ചായയും കോഫിയും ഒക്കെ നമുക്ക് വാങ്ങാനൊക്കെ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് ഇരിക്കാം. അകത്ത് ഫുള്ള് AC ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് പോലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്തും ഇരിക്കാം പുറത്തും ഇരിക്കാം കേട്ടോ. അപ്പം നമ്മൾ മുകളിലാണ് ഇരുന്ന് നല്ലതായിട്ട് കാഴ്ചകളൊക്കെ കാണാമെന്ന് വെച്ചിട്ട് നമ്മൾ മുകളിൽ തന്നെ ഇരുന്ന്. അപ്പം നമ്മൾ പോയ ഫെറിയുടെ പേര് യമീല എന്നാണ് കേട്ടോ. അപ്പോൾ അതും ഇതിനകത്ത് തന്നെ ഫെറിയുടെ ഡീറ്റെയിൽസൊക്കെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി കഴിയും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് മുകളിലേക്ക് തന്നെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ആയ ദിവസം ഇത് അമീൻ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അമീൻ്റെ നിന്ന് ഫോൺ മേടിച്ചുകൊണ്ട് പോയിരുന്ന് ഗെയിം കളിക്കാനും കേട്ടോ. നല്ല അടിപൊളി രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം നമ്മൾ ഹൈലൈറ്റിലേക്ക് എത്താറായി, കര കണ്ടു തുടങ്ങി. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ആകാശവും കടലും പിന്നെ ഈ ദൂരെയായിട്ടുള്ള ഈ മരുഭൂമിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളി രസമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്താറായപ്പോൾ തന്നെ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ് ഉള്ള ആളുകളൊക്കെ കാറിൽ പോയി ഇരിക്കാനെന്ന്. അങ്ങനെ ഏകദേശം എല്ലാ ആളുകളും നമുക്ക് താഴേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അപ്പം ഒട്ടുമിക്ക ആളുകളും കാറിൽ തന്നെ വന്നു. അപ്പോൾ അവരെല്ലാവരും താഴേക്ക് ഇറങ്ങി താഴെ കാറിനകത്ത് പോയി ഇരിക്കണം. അപ്പം നമ്മളും താഴേക്ക് ഇറങ്ങുവാണ് കേട്ടോ, എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളും താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പം നമ്മൾ അങ്ങനെ ഡെൽമ ഐലൻഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ് കേട്ടോ ഫെറിയിൽ നിന്ന്. അപ്പോൾ ഇനി നമ്മൾ ഒരു ദിവസം ഇവിടെ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ക്യാമ്പിങ്ങും ഒക്കെ ഫിഷിങ്ങും ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമുക്ക് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം ക്യാമ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കുകയാണ് കേട്ടോ, എവിടെയാണ് നമുക്ക് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം എന്നൊക്കെ വെച്ചിട്ട് നന്നായിട്ട് നോക്കുകയാണ്. പിന്നെ ഈ ഐലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അധികം കാണാൻ അങ്ങനെ ഭയങ്കര കാഴ്ചകൾ കാണാനൊന്നുമില്ല. ഐലൻഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഓൾമോസ്റ്റ് ഇവിടെ കടൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ ആദ്യം വന്നത് ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് കേട്ടോ. ഇവിടെയാണ് വന്നത്. കുറച്ച് ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുവാണ്. നമ്മൾ ചിക്കനാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ചിക്കൻ അത് ക്ലീൻ ചെയ്യാനും അത് മസാല മാരിനേറ്റ് ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ദിവസത്തിന് ഐസ്ക്രീം കിട്ടിയപ്പോൾ അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അപ്പോൾ അമീനും ഒക്കെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കാനുണ്ട്. അങ്ങനെ നമ്മൾ പോയി ഒരു റൗണ്ട് ഫുള്ള് നമ്മൾ ഈ ഐലൻഡിൽ ചുറ്റി കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടായിട്ട് പോയി ക്യാമ്പ് ചെയ്ത് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഇത് ഫിഷ് മാർക്കറ്റാണ് കേട്ടോ. ഫിഷ് മാർക്കറ്റിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഫിഷ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫിഷ് ഒന്നും കിട്ടിയിട്ടില്ല, കാരണം പെരുന്നാളായത് കാരണം
അന്ന് അവധിയായ കാരണം ഫിഷൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ ഫിഷിങ് ക്യാമ്പിംഗ് സ്പോട്ട് തേടി പോവുകയാണ്. നമ്മൾ ഈ ഐലൻഡിലെ ഏറ്റവും അറ്റത്തെ ഭാഗത്തായിട്ട് വന്നിട്ടാണ് കേട്ടോ ക്യാമ്പ് ചെയ്തത്. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അമീൻ തന്നെ വേഗം ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർക്കോൾ കത്തിക്കണമല്ലോ, അത് വലിയൊരു പണിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാർക്കോളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇക്ക അവിടെ നമ്മുടെ ടെൻ്റ് ഉണ്ടല്ലോ, ടെൻ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഓരോരോ പരിപാടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയ ദിവസം പിന്നെ മണ്ണ് കണ്ടു കഴിഞ്ഞാൽ അവന് മണ്ണിൽ കളിക്കണം. അപ്പം എന്താ വന്നപ്പോൾ തന്നെ അവൻ്റെ ശവലൊക്കെ ആയിട്ട് പോയിരുന്ന് മണ്ണ് കോരി കുഴി ഉണ്ടാക്കി കളിക്കുകയാണ്. പിന്നെ ഞാനും അമ്മേനും കൂടെ ഇത് കത്തിക്കണമല്ലോ, ഇത് കത്തിക്കുന്ന വലിയ പരിപാടിയാണ്. ഈ കനലൊന്ന് കത്തി കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം എന്താ ഞങ്ങൾ അങ്ങനെ കനൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയം നമ്മൾ ഇതിന് വേണ്ടി നിന്നാലാണ് ഇതൊന്ന് കത്തി വരിക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എത്ര നോക്കിയിട്ടും കത്തുന്നില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് കനൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ സെറ്റ് ചെയ്ത്. പിന്നെ കനലൊക്കെ കത്തി വരുന്ന സമയത്ത് നമ്മളിതാ ചിക്കനൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് ഗ്രില്ലിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഫിഷൊന്നും കിട്ടിയിട്ടില്ല, ആകെ കിട്ടിയത് കുറച്ച് ചിക്കനാണ് കേട്ടോ. പിന്നെ ഫിഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചിക്കൻ തന്നെ മതിയെന്ന് വെച്ചിട്ട് ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ചിക്കനൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ റെഡിയായി വന്ന സമയത്ത് ദിവസം എന്താ വന്നിട്ടുണ്ട് കേട്ടോ സഹായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇത് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അത്രയും ടയേർഡായി, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. വേഗം തന്നെ എല്ലാവരും നന്നായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അമീനും ഇക്കായും കൂടെ കുറച്ച് നേരം ഫിഷിങ് ട്രൈ ചെയ്ത് കേട്ടോ. കാരണം രാത്രി നോക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് നേരം നോക്കി, പിന്നെ വേണ്ട രാവിലെ നോക്കാമെന്ന് വെച്ചിട്ട് കിടന്നുറങ്ങി കേട്ടോ. കിടന്നുറങ്ങി രാവിലെ നമുക്ക് നോക്കാം, ഇനിയിപ്പം രാത്രിയല്ലേ, ഫിഷിനെ കിട്ടിയിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം പിന്നെ ട്രൈ ചെയ്ത് എന്നിട്ട് കിടന്നുറങ്ങി. അപ്പം ഞാനും ദിവസമൊക്കെ നന്നായിട്ട് ഉറങ്ങി. ഇക്കായും മീനും രാവിലെ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് അവർ പോയി ഫിഷ് ചെയ്തു. അങ്ങനെ ഫിഷിനെ കിട്ടി കേട്ടോ. അപ്പം അതാ ആദ്യം തന്നെ ഫിഷിനെ കിട്ടിയപ്പോഴത്തേക്ക് ഇക്കായെ വിളിച്ച് ഇക്ക അങ്ങോട്ട് പോവാണ് കേട്ടോ. ഞാനും ദിവസം ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഉറക്കം എഴുന്നേറ്റത്. ചെറുതായിട്ട് വെയിലടിച്ച് ചൂടൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റത്. ഇവരുണ്ട് രാവിലെ എഴുന്നേറ്റ് ഫിഷിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവർക്ക് ഫിഷിനെ കിട്ടിയത് ഇത് ഒരുമാതിരി എന്തോ അതിൻ്റെ പേര്, പരവയോ, പരന്നിരിക്കുന്ന പരവ ആണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ഒരു മീനാണ് കേട്ടോ കിട്ടിയത്. നല്ല അടിപൊളി കടലാണ്. കടലിൻ്റെ വെള്ളം കണ്ടോ എന്തൊരു കളറാണെന്ന് വെച്ചാൽ ഒരുമാതിരി നമ്മൾ അക്വ ബ്ലൂ, അക്വ ഗ്രീൻ എന്നൊക്കെ പറയത്തില്ല, അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് കേട്ടോ. നമുക്ക് ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കുളിക്കാനൊക്കെ തോന്നിപ്പോൾ അത്ര അടിപൊളിയാണ്. പക്ഷേ രാവിലെ ആയത് കാരണം ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് കാലൊക്കെ നനച്ചു, അല്ലാതെ സ്വിമ്മിങ്ങിനായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ അതാ അങ്ങനെ ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. ഈ ഫിഷിനെ അവർ പിന്നെ ഫൗൾ ഹൂക്കായിരുന്നു കേട്ടോ, കറക്റ്റായിട്ട് ഒന്നും അല്ല, അതിൻ്റെ വോലിലാണ് കൊരുത്തിരിക്കുന്നത്. പക്ഷെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഫിഷാണ്. പിന്നെ ഫിഷിനെയൊക്കെ പിടിച്ച് വന്നിട്ട് നമ്മളിതാ ചായയൊക്കെ ഇട്ട് എല്ലാവരും ഫ്രഷായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്തിട്ട് വേറെ സ്പോട്ടിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ അത്യാവശ്യം ചൂട് വന്ന് തുടങ്ങിയിട്ടുണ്ട്, വെയിലൊക്കെ അടിച്ച്. അപ്പം നമ്മൾ പോകാമെന്ന് വെച്ചിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് നമ്മൾ പോയപ്പോൾ തന്നെ നമുക്കൊരു ലേക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലേക്ക് എന്ന് വെച്ചാൽ കടലിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ കയറിയിട്ടൊരു ലേക്ക് ഫോം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ പിന്നെ നല്ല കാറ്റാടി യന്ത്രങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഭയങ്കര സ്ലോയിലാണ് കേട്ടോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ദൂരെ നിൽക്കുന്നതുകൊണ്ട് തോന്നിയാണെന്ന് അറിയത്തില്ല, പക്ഷേ ഭയങ്കര സ്ലോയിലായിട്ട് മൂവ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും കുറേ ആളുകളൊക്കെ ഫിഷ് ചെയ്യും ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ കുറേ നേരം ഇറങ്ങിയാൽ നിന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഈ ലേക്കും ഒക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ കാറ്റാടി യന്ത്രങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭയങ്കര സ്ലോയിലാണ് കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് ഇത് അനങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഐലൻഡ് 20 കിലോമീറ്റർ നീളവും ഒരു 3 കിലോമീറ്റർ വീതിയിലുമാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടൽ മാത്രമാണ് കേട്ടോ. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 10,000 ആളുകൾ ഇവിടെ താമസമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്കൂള്, ഹോസ്പിറ്റൽസ്, കോർട്സ്, അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും അബുദാബി ഗവൺമെൻറ് ഇവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മ്യൂസിയം കാണാൻ പറ്റും, പാർക്കുണ്ട്, പിന്നെ നല്ല പള്ളികളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ കൂടുതലും കാണുന്നത് ഇതുപോലെ കടലും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ ഫാം കാണാമുണ്ടായിരുന്നു, ഇതാണ് കേട്ടോ. ഇവിടെ കൂടുതലും മാങ്ങ, നാരങ്ങ, പേരയ്ക്ക, പിന്നെ നമ്മുടെ ഈത്തപ്പന, ഇതൊക്കെയാണ് കേട്ടോ ഈ ഫാമിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഈ ഫാമിൽ നിറയെ
മയിലുകളെ നമ്മൾ കണ്ടു കേട്ടോ. വേറെ പക്ഷികളെയോ മൃഗങ്ങളെയോ ഒന്നും നമ്മൾ ഈ ഐലൻഡിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആകെ കണ്ടത് മയിലിനെയാണ് കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ആകെ കണ്ടത് ഈ മയിലിനെ മാത്രമാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ ചെറിയ വീടുകൾ പോലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നതാണ്. നമുക്കവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും. കടലിനോട് ചേർന്നിട്ടാണ് കേട്ടോ അതിങ്ങനെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഐലൻഡിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്തപ്പോൾ മ്യൂസിയം കണ്ടിരുന്നു. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ആ മ്യൂസിയം. ഈ റൗണ്ട് അബൌട്ടിൻ്റെ സെൻറ്ററിലായിട്ടാണ് മ്യൂസിയം കാണുന്നത്. നമ്മൾ നോക്കിയപ്പോൾ തന്നെ മ്യൂസിയം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചെന്നപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു. ഇനി ഏത് ഇതായത് കാരണം അത് ക്ലോസ്ഡ് ആണോ എന്ന് അറിയില്ല. അതല്ല പെർമനൻ്റ് ക്ലോസ്ഡ് ആണോ എന്നും അറിയില്ല കേട്ടോ. ഇതാണ് മ്യൂസിയം. ഒരു പഴയ ആ ഒരു ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് മ്യൂസിയം. പിന്നെ ഇത് ഡെൽമ മോട്ടലാണ് കേട്ടോ. മോട്ടൽ എന്ന് വെച്ചാൽ ഹോട്ടലാണ്. മോട്ടൽ എന്നാണ് പറയുന്നത്. ഇവിടെ ആകെ ഒരേ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. നമുക്കവിടെ ഹോട്ടൽ റൂംസോ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ എടുത്ത് സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ നമ്മൾ ഈ ഭാഗത്താണ് കേട്ടോ ഫിഷിന് വേണ്ടി വന്ന് കുറച്ച് ഇങ്ങനെ കടലിലേക്ക് കയറി കിടക്കുന്ന ഒരു ഭാഗം. അവിടെയാണ് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി വേണ്ടത്. ഇതിൻ്റെ ഇടതേ ഭാഗത്തുണ്ടല്ലോ നല്ല ഭയങ്കര കൂളായിട്ടുള്ള വാട്ടറാണ്. ഒട്ടും തിരയൊന്നും ഇല്ലാത്ത വാട്ടർ. റൈറ്റ് സൈഡിലായിട്ട് നല്ല ഡീപ്പ് സീ ആണ് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് സ്വിം ചെയ്യാനും കുട്ടികൾക്കൊക്കെ ഒന്ന് കളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതാണ് കേട്ടോ ലെഫ്റ്റ് സൈഡ്. ഭയങ്കര ശാന്തമായിട്ട് തിരയൊന്നും ഇല്ലാത്ത ആഴവും കുറഞ്ഞിട്ടുള്ള ഭാഗം. റൈറ്റ് സൈഡിൽ നല്ല ഡീപ്പ് സീ ആണ് കേട്ടോ. അപ്പോൾ ഇവരങ്ങനെ റൈറ്റ് സൈഡിലായിട്ട് നിന്ന് ഫിഷ് ചെയ്ത് കേട്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിലൊക്കെ നിന്ന് കുറച്ച് നേരവും കളിച്ചു. പിന്നെ അവിടെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ കുറച്ച് നേരം ഇവർ ചൂണ്ടയിട്ടുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഇവർക്കൊരു ഫിഷിനെ കിട്ടി കേട്ടോ. ചൂണ്ട ഇവിടെ കൊരുത്തി വെച്ചിട്ട് വന്നിരുന്നപ്പോഴാണ് കേട്ടോ ഫിഷിനെ അടിച്ചത്. അങ്ങനെ ചൂണ്ടയൊക്കെ മറിഞ്ഞു വീണ് ചെറുതായിട്ട് ചൂണ്ടയുടെ സൈഡൊക്കെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നല്ലൊരു ഫിഷിനെ കിട്ടി. പക്ഷേ ആ ഫിഷ് നമ്മൾ കഴിക്കുന്ന ഫിഷല്ല എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കില്ല, വേറെ ആരെങ്കിലും കഴിക്കുന്ന ആളുകൾ കാണും. അതുകൊണ്ട് തന്നെ നമ്മളതിനെ എടുത്തില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച ആദ്യം കണ്ടപ്പോൾ ഷാർക്കാണ്. ഷാർക്കിൻ്റെ അതേ ഒരു ഫിസിക്കൽ ലാംഗ്വേജ് ഒക്കെ അതിന് നമുക്ക് തോന്നി കേട്ടോ. ഫിസിക്കൽ അഫിയറൻസ് ഒക്കെ അതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷാർക്കാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷാർക്കല്ലായിരുന്നു, വേറൊരു ഫിഷായിരുന്നു. പിന്നെ ഇതിന് കരയിലേക്ക് വലിച്ചെടുക്കാൻ നല്ല പാടായിരുന്നു. അത്യാവശ്യം വലിപ്പം ഉള്ളതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. പിന്നെ ഇവരുടെ കയ്യിൽ ഇതിനെ ഹൂക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹൂക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ അമീൻ താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് അമീൻ താഴേക്ക് പോയിട്ട് പിന്നെ പതിയെ കുറച്ച് നേരം ഈ ഫിഷിനെ ഇങ്ങനെ വെള്ളത്തിൽ കളിച്ച് അതിങ്ങനെ കുഴയുമ്പോഴാണല്ലോ നമ്മൾ വലിച്ചെടുക്കുക. അങ്ങനെയാണ് പറയുന്നത്. ഫിഷ് കുറച്ച് നേരം കളിച്ച് ടയേർഡ് ആകുമ്പോഴത്തേക്ക് അതിന് നമ്മൾ എടുക്കണം. അപ്പം അങ്ങനെ കുറച്ച് നേരം ഫിഷ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചതിന് ശേഷം ഇവർ അതിലേക്ക് പിടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ക്ലോത്ത് കൊണ്ടിട്ട് ഇങ്ങനെ പതുക്കെ ആ കല്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് ക്ലോത്ത് വെച്ചിട്ട് പിടിച്ചെടുത്ത കേട്ടോ. പിടിച്ചെടുത്തപ്പോഴാണ് നമ്മൾ കണ്ടത് ഇത് മറ്റേ റെമോറ എന്ന് പറയുന്ന ഫിഷാണ് കേട്ടോ. റെമോറ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷാർക്കൊക്കെ ഇല്ലേ, ഷാർക്കിൻ്റെയൊക്കെ അടിഭാഗത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്ന് ട്രാവൽ ചെയ്യുകയും അതുപോലെ നേരെ തേടുകയൊക്കെ ചെയ്യുന്നൊരു ഫിഷാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ തലയുടെ ഭാഗത്തേക്ക് നമ്മുടെ ചെരുപ്പിൻ്റെ അടിഭാഗം പോലെ ഇങ്ങനെ പരന്നിട്ട് ഒരു ഗ്രിപ്പുള്ള സ്ഥലമാണ് കേട്ടോ. ആ ഗ്രിപ്പാണ് ഈ ഷാർക്കിൻ്റെയൊക്കെ അടിയിൽ ഇതിനെ ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ആ ഫിഷ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഫിഷ്. കണ്ടില്ലേ, ഇതിൻ്റെ തലയുടെ ഭാഗത്ത് കണ്ടില്ലേ ഒരു ഗ്രിപ്പ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഈ ഫിഷ് നമ്മൾ കഴിക്കത്തില്ല, വെറുതെയാണ് പിടിച്ചത്. അപ്പം വെറുതെയാണ് കിട്ടിയത്, പിടിച്ചതിൽ കിട്ടിയതാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ ഹൂക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ തിരിച്ച് കടലിലേക്ക് തന്നെ കൊണ്ട് വിടാൻ പോവുകയാണ് കേട്ടോ. ഈ ഫിഷിന് ജീവിക്കാമെന്ന് അറിയത്തില്ല, കാരണം നമ്മൾ ചൂണ്ടയിൽ കൊളുത്തി വന്നതല്ലേ. പിന്നെ എന്തായാലും കൊളുത്തെടുത്തിട്ടാണ് വിടുന്നത്. ചിലപ്പോൾ അത് ജീവിച്ചേക്കാം, അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളത് കഴിക്കാത്ത കാരണം വെറുതെ അതിനെ കടലിൽ നിന്ന് കറുത്തെടുത്ത് കരയിലിട്ട് കൊല്ലണ്ടെന്ന് വെച്ചിട്ട് അതിനെ അങ്ങോട്ട് തന്നെ തിരിച്ച് വിടാനുണ്ട്. അപ്പോൾ നമ്മൾ വിട്ടപ്പോൾ അത് സ്വിം ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നത് ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ തലേ ദിവസം ഇതിങ്ങനെ റൗണ്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാർക്കിലേക്ക് വന്നു. ഈ പാർക്കിൽ നമ്മൾ ഈ തലേ ദിവസം ഇന്നലെ കണ്ടപ്പോഴത്തേക്കാണെങ്കിൽ സൈഡിലായിട്ട് നിറച്ച് ഷോപ്പുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേറെയും എക്സ്ട്രാ കുറച്ച് പിന്നെ ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ റൈറ്റ് സൈഡ്, ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളി കേട്ടോ. ആ പള്ളിയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു പാർക്കുള്ളത്. ഈ പാർക്കിൻ്റെ പുറത്തായിട്ട് ഷോപ്പും പിന്നെ ഒരു ചെറിയ സ്റ്റേജൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഷെയ്ഡ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ സമയം ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കുറേ നേരം ആയുധമൊക്കെ കളിച്ചു, പിന്നെ ഊഞ്ഞാലൊക്കെ ആടി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോർട്ടിലേക്ക് പോവുകയാണ്. കാരണം 4 മണിക്ക് നമുക്ക് അവിടുന്ന് ലാസ്റ്റ് ട്രിപ്പുണ്ട്. ആ ട്രിപ്പിലാണ് നമ്മൾ ഇങ്ങനെ തിരിച്ച് അബുദാബി അങ്ങോട്ട് വരുന്നത്.
അപ്പോൾ അത് കാരണം നമ്മൾ പോർട്ടിലേക്ക് വരുവാണ് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഒരു 3:30 ഒക്കെ ആയി. അപ്പോൾ വന്നപ്പോൾ തന്നെ കുറേ ആളുകളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കാറിൽ തന്നെ ഇരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കാറിലിരുന്ന് ഡയറക്റ്റ് ഫെറിയിലേക്ക് കയറിയത് കാരണം നമ്മൾ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് കാറിൽ തന്നെ ഇരുന്നു. പക്ഷേ തിരിച്ച് വരാൻ നേരം അവർ നമ്മുടെ വന്നിട്ട് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഫെറിയിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളുടെ അടുത്തൊക്കെ പുറത്തിറങ്ങാൻ പറഞ്ഞു. ഡ്രൈവർ മാത്രം വണ്ടിയിൽ ഇരുന്നിട്ട് ബാക്കി എല്ലാവരും പുറത്തിറങ്ങിയിട്ട് കയറാൻ പറഞ്ഞു. കാരണം റിവേഴ്സ് എടുത്ത് കയറുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞത്. അപ്പോൾ ദിവസം ആ കാറിൽ കയറിയപ്പോൾ ഉറങ്ങിയ ആളാണ് കേട്ടോ. പിന്നെ ഉണർന്നത് പിറ്റേ ഇവിടെ എത്തിയിട്ട് നമ്മൾ കാറിൽ കയറൂല, അപ്പോഴാണ് ആൾ ഉണർന്നത്. അതുവരെ നല്ല ഉറക്കമായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് വരാൻ നേരം അകത്താണ് കേട്ടോ ഇരുന്നത്. എല്ലാവർക്കും നല്ല ക്ഷീണം ഉറങ്ങാന്നൊക്കെ വെച്ചിട്ട് അകത്താണ് കേട്ടോ ഇരുന്നത്. അപ്പം പുറത്ത് കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അകത്ത് തന്നെ ഇരുന്നു. പക്ഷേ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. നല്ല ബഹളമായിരുന്നു. ഇത്രയും ആളുകൾ ഒരുമിച്ചിരിക്കാൻ ഭയങ്കര സംസാരവും ബഹളം, പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ദിവസം ഇതാ ഇവിടെ കിടത്തിയിട്ട് നല്ല സുഖമായിട്ട് അവൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളിതാ ഡെൽമ ഐലൻഡിൽ നിന്ന് അബുദാബി പോർട്ടിലേക്ക് തിരിച്ച് നമ്മൾ ഫെറിയിൽ നിന്ന് ആ പോർട്ടിലേക്ക് എൻട്രി ചെയ്യാൻ നേരം നമ്മൾ കാറിൽ തന്നെ ഇരുന്നു കേട്ടോ. പുറത്തിറങ്ങാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കാർ ഓടിച്ച് തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡെൽമ ഐലൻഡിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.